രാജ്യത്തെ CPM-നെ ഇനി മരിയൻ അലക്സാണ്ടർ ബേബി എന്ന MA ബേബി നയിക്കും. BJP ഉയർത്തുന്ന വെല്ലുവിളികൾ മറികടക്കാൻ നന്നേ വിയർക്കുന്ന CPM-നെ എന്ത് മാജിക് കാണിച്ച് രക്ഷപ്പെടുത്തുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. 20ാം പാർട്ടി കോൺഗ്രസിൽ PBയിൽ അംഗത്വം ലഭിച്ച ബേബിക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം 24ാം പാർട്ടി കോൺഗ്രസിൽ ലഭിച്ചു. ഇങ്ങനെ EMSനും കേരള വേരുള്ള പ്രകാശ് കാരാട്ടിനു ശേഷം പാർട്ടിയെ നയിക്കാനെത്തുന്ന മലയാളി എന്ന ബഹുമതിയും ബേബിക്ക് ലഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് 1988 നടന്ന പാർട്ടി കോൺഗ്രസിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായതാണ് MA ബേബി. അതിലും എത്രയോ വൈകിയായിരുന്നു പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനുമെല്ലാം കേന്ദ്ര കമ്മിറ്റിയിലെത്തിയതെങ്കിലും അവരുടെ PB പ്രവേശനം ബേബിക്കും മുന്നേ ആയിരുന്നു എന്ന് കാണാം. കോയമ്പത്തൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ ബേബിയുടെയും കോടിയേരിയുടെയും പേരുകൾ PBയിലേക്ക് ഉയർന്നു കേട്ടെങ്കിലും VSന്റെ എതിർപ്പ് ബേബിക്ക് തടസ്സമായി. തുടർന്ന് ഒത്തുതീർപ്പ് അംഗമായാണ് അന്ന് കോടിയേരി PBയിലെത്തിയത്. തന്നെ എതിർത്ത അതേ VSനെ ഒഴിവാക്കിയ ഒഴിവിലേക്കാണ് 20ാം പാർട്ടി കോൺഗ്രസിൽ ബേബിക്ക് PBയിൽ അംഗത്വം ലഭിച്ചത് എന്നതും യാദൃശ്ചികമാണ്. കൊല്ലം പ്രാക്കുളം NSS ഹൈസ്കൂളിൽ തുടങ്ങി 1973 കൊല്ലം SN കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറി ആയിട്ടായിരുന്നു ബേബിയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് SFI ജില്ലാ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചു. 1985 CPM സംസ്ഥാന കമ്മിറ്റി അംഗമായി. പിന്നീട് കേന്ദ്ര സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും PB അംഗവുമായി ബേബി മാറി. 1986 രാജ്യസഭാംഗവും പിന്നീട് പാനൽ ഓഫ് ചെയർമാൻ അംഗവും സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റി ചെയർമാനുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2006 കുണ്ടറയിൽ നിന്നുള്ള നിയമസഭാംഗവും BS മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രിയുമായിരുന്നു. 2011 വീണ്ടും കുണ്ടറയുടെ MLA ആയി. 2014 കൊല്ലത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും NK പ്രേമചന്ദ്രനോട് പരാജയപ്പെടുകയായിരുന്നു. CPMലെ ബുദ്ധിജീവി എന്ന് വിളിപ്പേരുള്ള ബേബിക്ക് രാഷ്ട്രീയം തന്നെയായിരുന്നു എന്നും താല്പര്യം. കൊല്ലം പ്രാക്കുളത്ത് PM അലക്സാണ്ടറുടെയും ലില്ലിയുടെയും 8 മക്കളിൽ അവസാനത്തെ മകനായിരുന്നു ബേബി. മകനെ സ്ഥിര വരുമാനമുള്ള എന്തെങ്കിലും ജോലിയിൽ എത്തിക്കണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. അക്കാലത്ത് ബേബി അടക്കം 4 മക്കൾ മാത്രമായിരുന്നു ജീവിച്ചിരിപ്പുണ്ടായിരുന്നത്. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റു 3 പേരും PSC പരീക്ഷയും ബാങ്ക് പരീക്ഷയുമൊക്കെ എഴുതി സർവീസിൽ കയറിയെങ്കിലും ബേബി രാഷ്ട്രീയ വഴി സ്വീകരിക്കുകയായിരുന്നു. സഹോദരങ്ങളെപ്പോലെ അമ്മയുടെ ആഗ്രഹപ്രകാരം ബേബിയും ഒരു പരീക്ഷ എഴുതിയെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകനാവാൻ പേപ്പറിൽ മനഃപൂർവ്വം ഉത്തരം എഴുതാതെ തിരിച്ചു കൊടുത്ത കാര്യമൊക്കെ പല അഭിമുഖങ്ങളിലും ബേബി പറഞ്ഞിട്ടുണ്ട്. പ്രാക്കുളം NSS കോളേജിൽ നിന്ന് SFIയിലൂടെ തുടങ്ങിയെങ്കിലും കൊല്ലം SN കോളേജിലായിരുന്നു ബേബിയുടെ രാഷ്ട്രീയ വഴി ഉറപ്പിച്ചു നിർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചത്. കോളേജിന്റെ സമര പാരമ്പര്യം തന്നെയായിരുന്നു ബിരുദ പഠനത്തിനിടെ ബേബിയെ അവിടെ എത്തിച്ചത്. അതോടെ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനാവുകയായിരുന്നു. ഒടുവിൽ CPM ജനറൽ സെക്രട്ടറി പദവി കൂടി ബേബിയെ തേടിയെത്തുമ്പോൾ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ എതിരാളികളോടുള്ള സമീപനം എന്തായിരിക്കുമെന്നാണ് അറിയാനുള്ളത്. ബംഗാൾ ഘടകം അടക്കം എതിർപ്പ് ഉയർത്തിയ സാഹചര്യത്തിൽ പാർട്ടിയുടെ തലപ്പത്ത് സ്വസ്ഥമായി ഇരിക്കാനുള്ള അവസരം ബേബിക്കുണ്ടാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്.